സാധാരണ ചിത്രം കൊണ്ട് അവര് തൃപ്തരാവില്ല. അമൃത, ഇവരെന്തൊക്കെ പറയുന്ന എല്ലാം മനസ്സിലായ പോലെ നിക്കാം. ഈ അഭിഷേക് അർജുന MBA അല്ലേ പഠിച്ചേ, പിന്നെ ഇവര് ഇതിന്റെ സ്പെക്ക് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ. അമൃത, ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. അമൃതയിലേക്ക് കള്ളക്കളവരോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. ആയുധം വെച്ചുള്ള കളിയാ, ടെൻഷൻ അടിപ്പിക്കലോ. കെട്ടിടത്തിന്റെ പ്ലാൻ, ദെൻ അതിന്റെ ഒരു ഗ്രൗണ്ട് പ്ലാൻ. തനിക്ക് ഭ്രാന്താണോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്, ഓൾ ദി ബെസ്റ്റ്. ആഹാരം മുറിയിൽ കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ പേപ്പറിൽ കറിയായിട്ട് പ്രൊജക്ട് ക്യാൻസൽ ആവാൻ. സകല കൺസൾട്ടൻസിയും കൈയൊഴിഞ്ഞു. എലച്ചനോട് പറഞ്ഞിട്ടുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? കക്കൂസും കുളിമുറിയൊന്നും അല്ല പണിയാൻ പറഞ്ഞിരിക്കുന്നത്. 50 crores ഒരു കോർപ്പറേറ്റ് ഓഫീസാണ്. ദേവരാജൻ, വെരി ബാഡ്, വെരി ബാഡ്, വെരി ബാഡ്. ആപത്തിൽ സഹായിക്കാൻ വന്ന സ്വന്തം അനിയനെ ഒരിക്കലും അങ്ങനെ പറയരുത്. കമ്പ്യൂട്ടർ പ്രിന്റ് എടുത്തതുപോലെ നമ്മുടെ അമൃത വരച്ചു വെച്ചു ഗൈസ്. ഗംഭീരമായിരിക്കുന്നു. വെറുതെ പറയാൻ വിചാരിക്കരുത്. വണ്ടർഫുൾ, റിയലി വണ്ടർഫുൾ. സമയപരിമിതിയാ പ്രശ്നം. അതെ, ദൈവം നിർവാചകം ചെയ്യുന്നു. അർജുന്റെ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു വിഭവ. എന്താ പറഞ്ഞേ? അർജുന്റെ അച്ഛനാ റൊമാൻസാ? എന്ത് തോന്നി ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ? അങ്ങനെ തോന്നി. ഈശ്വര, ഇനി ഇതുകൂടി ഞാൻ കാണണല്ലോ. എത്ര ഉഗ്രനായത്. ഫസ്റ്റ് ഇവളിത് കൊളാക്കും. ആ ചിത്രവുമായി വലിച്ചൻ ലേലൈൻ പാലസ് ഹോട്ടലിലേക്ക് പോകണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അർജുനൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്താവും. ഇവിടെ വെച്ചാകുമ്പോ ഞങ്ങൾ കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമായിരുന്നു. നിനക്ക് കൂടി അങ്ങോട്ട് പോകായിരുന്നില്ലേ? കണ്ടു, ബട്ട് പറ. ആ ചിത്രം നോക്കിയിട്ട് ഇവര് പറഞ്ഞ കമന്റുകൾ സഹിക്കാൻ കഴിഞ്ഞില്ല. സഹിക്കാൻ കഴിഞ്ഞില്ല, അപ്പൊ ഇഷ്ടപ്പെട്ടില്ല. പ്രൊജക്ട് പോയി, 50 കോടി പോയി. എല്ലാവരും ഒന്ന് കൈയടിക്കേ. കൈയടിക്കാനാ? നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കട്ടെ, പറ. പ്രോജക്ട് അപ്രൂവ്ഡ്. എല്ലാരെ കൊണ്ടും കൈയടിപ്പിക്കുന്ന പറഞ്ഞിട്ട് ആരും കൈയടിച്ചില്ലല്ല. മാസ്റ്റർ ബ്രെയിൻ അമൃത. അതൊക്കെ അത്രേ ഉള്ളൂ. അമൃത ഇത് റിയൽ ഫൈറ്റർ. അയ്യേ, ഇത് സ്വപ്നമായിരുന്നു. പടം 3G. ഇത് നമ്മുടെ മിസ്റ്റർ നിന്റെ കോപ്പിയല്ലേ? ഇന്ന് പേപ്പർ വരാൻ താമസിച്ചോ? എന്റെ പൊന്നുമ്പ്രൂ, കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴാണോ നിന്റെ കഥ? രാവിലെ വന്നു കാണും. ഞാൻ പൂജാമുറിയിലായിരുന്നു. പേപ്പർ വരുന്നതാണോ ഇപ്പൊ ഇമ്പോർട്ടന്റ്? ദേവേട്ടൻ പറയും അവര് വരാറായി, വേഗം പേപ്പറൊക്കെ എടുത്തോണ്ട് നമ്മൾ കാണട്ടെ എന്ന്. ഡിസൈൻ എടുത്തോണ്ട് വരുന്ന കവി ഇതിലാരെ വെള്ളം കോരി വെച്ചേ? എന്ത് ഉത്തരവാദിത്തം ഇവനുള്ളത്? ഒരു പണിയെടുക്കാതെ കാലം കഴിക്കായിരുന്നില്ല ഇവൻ. ദേവേട്ടാ, വെരി ബാഡ്, വെരി ബാഡ്, വെരി ബാഡ്. സ്വന്തം അനിയൻ ഒരിക്കലും അങ്ങനെ പറയരുത്. നിങ്ങളൊരു ജെന്റിൽമാൻ ആണ്. 2 മണിക്കൂർ കൊണ്ട് ഇത് പഴയതുപോലെ ആക്കാൻ കഴിയും. യെസ് അമൃത, യു ക്യാൻ. ഒരു ഉറപ്പുമില്ല. പറ്റും, പറ്റും, അമൃതയ്ക്ക് പറ്റും. അതായത് 2 ദിവസം എടുത്താലും വരച്ചു തീരാത്ത ഡിസൈൻ അമൃത 2 മണിക്കൂർ കൊണ്ട് തീർക്കുമെന്നാണ് പറയുന്നത്. ഗൈസ്, നമുക്ക് നോക്കാം. 2 മണിക്കൂർ ഉണ്ടല്ലോ. അച്ഛൻ വരച്ച ഷീറ്റുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. എന്റെ പൊന്നമൃത നിന്ന് കഥാപ്രസംഗം പറയാണ്ട് പോയി വേഗം വരക്കണേ. 2 മണിക്കൂറുള്ളൂ. അയ്യോ, വർഷം ഇതിന്റെ അടുക്കി തെളിവ് നശിപ്പിക്കാൻ വേണ്ടിട്ട് അകത്തേക്ക് വരും. അപ്പൊ നമ്മുടെ ഉമ്മറ് തെളിവെടുക്കാൻ വരും. ഈ തറയെ കാണുന്ന കാൽപ്പാടുകൾ ചവിട്ടി മായ്ക്കരുത്. ഓക്കെ, മായ്ക്കില്ലാട്ടാ. അമൃത വരെ തുടങ്ങി. കുറച്ച് കഴിയുമ്പോ സിഗ്മകൾ വന്നു. അമ്മയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഇവനാണ് സിഗ്മ. അയ്യേ, അവര് കൃത്യസമയത്ത് തന്നെ എത്തി. ഇവിടെ തീർന്നിട്ടില്ല. തീർന്നിട്ടില്ല. അമൃത വരയോട് വരാം. സിഗ്മകൾ അവിടെ വെറുതെ ഇരിക്കുന്നു. ഒരു മാർഗം ഇല്ലെങ്കിൽ വരച്ചിടത്തോളം കാണിക്കാം. എന്റെ പൊന്നും, അതുകൊണ്ട് പരീക്ഷയാണ്, എഴുതിയിടത്തോളം കൊടുത്ത് മാർക്ക് വാങ്ങിക്കാൻ. ഈ ജാം വെക്കേണ്ടതുണ്ടോ? ഇത് അമൃത ഉണ്ടാക്കിയ സ്പെഷ്യൽ ജാം അല്ലേ? ഓക്കെ, ജാം. അപ്പൊ അമൃത ജാം. അടുത്ത ബിസിനസ് ഐഡിയ. ഒരു കാപ്പി കുടിക്കാതെ. ഓക്കെ, എന്നാകാം. സിഗ്മകൾ ബി ലൈക്ക് ഉമ്രുത്ര നിർബന്ധിച്ചല്ലേ കാപ്പി എങ്കിൽ കാപ്പി കുടിച്ചേക്കാം. കടന്നു പോവാറേ ഇല്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ സിഗ്മകൾ ബി ലൈക്ക് കാപ്പി കുടിക്കാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് ജ്യൂസ് എന്ന് പറ്റിക്കുന്നോടാ ദേശീയ കുടുംബക്കാരെ. സ്പെഷ്യൽ ജാം ഉണ്ട്, കഴിച്ചു നോക്കുന്നോ? ഓക്കെ, ജാമെങ്കിൽ ജാം കുറച്ചുകൂടി ഇടും. നല്ല കിടിലൻ ജാം. ഇങ്ങനൊരു ഫ്ലേവറിലും ടേസ്റ്റിലും ഇതുവരെ ഒരു ജാം കഴിച്ചിട്ടില്ല. അതാണ് ഇവിടെ അമൃത. അമൃത ഒരു സ്വാദനം ഉണ്ടാക്കിയുണ്ടല്ലോ, അത് അമൃത പോലെ ഇരിക്കും. എന്റെ മരുമകൾ ഉണ്ടാക്കിയതാണ്. മരുമോള് ആള് ചെറിയ പുള്ളിയല്ലല്ലോ. അറിയാത്തോടാ. അമൃതയെ പറ്റി വേണമെങ്കിൽ ഞാനൊരു ബുക്ക് എഴുതി തരാം. അമൃതയുടെ 101 സാഹസിക കഥകൾ എന്ന് പറഞ്ഞു. ഇതൊരു പ്രോഡക്റ്റ് ആക്കി മാർക്കറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചൂടപ്പം പോലെ വിറ്റഴിയും. ഞാൻ പറഞ്ഞില്ലേ, ചൂടപ്പം പോലെ വിറ്റഴിക്കണ്ട, ജാമ പോലെ വിറ്റഴിച്ചാൽ മതി. എന്താ ഈ ഡിസൈൻ കാണിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കത്? 12 മണിക്ക് തന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് വിളിച്ച് പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇയാളൊരു കർക്കശക്കാരൻ, പത്രാസുകാരൻ വന്നാണ്. 12 കഴിഞ്ഞ ഈ ഓർഡർ നിങ്ങളുടെ പഴയ ആർക്കിടെക്ടിന്റെ കമ്പനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണോ തനിക്ക് 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താ? ജയ്പാൽ റെഡി? റെഡിയാണ്. പെയിന്റ് വരച്ചു കഴിഞ്ഞപ്പോഴേക്കും പെയിന്റ് ഉണങ്ങിയാ? ഇതെന്തോടെ നോക്കട്ടെ. നമ്മുടെ അമൃത വരച്ച പടം സിഗ്മകൾക്ക് ഇഷ്ടപ്പെട്ടോന്ന്? നെഗറ്റീവ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമൃത വരച്ചത് കൃത്യസമയത്ത് കിട്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിരുന്നെങ്കിൽ അതിമനോഹരമായ ഞങ്ങളുടെ കോർപ്പറേറ്റ് ഹൗസിന്റെ ഡിസൈൻ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നു.
ഇഷ്ടപ്പെട്ടു. മധുപനിസ നിസ ഗരി ഗരി ഗനിസ. സനിദാന തനിദാന ഗരി സനിദാന തനിദാന മഗരി. റിയലി വണ്ടർഫുൾ. വണ്ടർഫുൾ, അമേസിംഗ് അമേസിംഗ് എന്ന് പറഞ്ഞ റിയലി അമേസിംഗ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു? നിങ്ങളുടെ ആർക്കിടെക്ട് കൊണ്ടുവന്നത് 5%, ഇത് 100%. എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. ഗ്രേറ്റ്. അമൃത ഞാൻ വരച്ചതാ. ഈ കെട്ടിടത്തിന്റെ ഇനോഗ്രേഷന് മാഡം ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആയിരിക്കും. അമൃതവിലേക്ക് ഇയാൾക്ക് ഭ്രാന്താണോ? വളരെ സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങുന്നു. അമ്മേ ഇറങ്ങട്ടെ. അങ്ങനെ എല്ലാം സെറ്റായി. 50 കോടിയുടെ പ്രൊജക്ട് ദേശായി കുടുംബത്തിന് തന്നെ കിട്ടിയിരിക്കുകയാണ് ഗായസ്. ഇനി ഭാവിയിൽ വരുന്ന 200 കോടിയുടെ പ്രൊജക്റ്റും ദേശായി കുടുംബത്തിന് തന്നെ. ആരോ ഒരാൾ ഈ മുറിയിൽ കയറിയിട്ടുണ്ട്. ആരാണ് ആദ്യത്തെ പടം നശിപ്പിച്ചതെന്നുള്ള തെളിവെടുപ്പാണ് കാൽപാദം അനാലിസിസ്. ഈ കാണുന്ന കാൽപ്പാടിൽ ഓരോരുത്തരായി കാല് വെക്കും. മാച്ചിങ് കാല് കണ്ടെത്തുന്നു. ഈ ടിൻഡറിൽ മാച്ച് കിട്ടുന്നത് പോലെയാണോ ബ്രോ? അല്ല ഉർമിളെ. നോ. അമൃത ഇനി എന്തെങ്ങാനാവോ? അപ്പൊ ഊർമിയുടെ ടാർഗറ്റ് വർഷയായിരുന്നു അല്ലേ? കുട്ടി ഇവളുടെ ചുമലിൽ വെക്കണം. വർഷേനോട് കാല് വെക്കാൻ പറയുമ്പോഴേക്കും ദീദി വർഷനെ രക്ഷിക്കും. ദീദി ഉള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. മുഖത്ത് നോക്കി നോട് പറയുന്നോ? ദീദി സീൻ. അത് കഴിഞ്ഞ് അമൃതയ്ക്കും ജയ്പാലിനും സ്വീകരണം. എന്തൊരു വലിയ കേക്കാണോ കൊടുക്കുന്നേ? ചെറിയ ചെറിയ പീസ് മുറുകെ ഷുഗർ വന്നിട്ടാവും. ലക്ഷങ്ങളുടെ വിലയുള്ള ചെയിൻ. സീൻ തന്നെ. എന്നാലും 50 കോടിയുടെ പ്രൊജക്ട് ഉണ്ടാക്കി കൊടുത്ത ആൾക്ക് ഒരു ഡയമണ്ട് നെസ്ക്ലേറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇങ്ങനെ എച്ചിയാവരുത്. നീ എന്റെ അഭിമാനം കാത്തു. എന്താ സമ്മാനമായിട്ട് വേണ്ടത്? എന്ത് ചോദിച്ചാലും തരുമോ? എന്നാ ചോദിക്ക്. തരാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാനിപ്പോ ചോദിക്കാൻ പോകുന്നു. ഉമ്മയായിരിക്കും. എനിക്ക് വയ്യ. കുഞ്ഞൊരു ഉമ്മയും കൂടി കാണാൻ എനിക്ക് വയ്യ. നീ എന്നോട് ഒരിക്കലും പിണങ്ങരുത്. അയ്യേ ഇതാണ് ചോദിക്കുന്നേ. വയറു വലുതായി തുടങ്ങി കേട്ടോ. ഗ്യാസിന്റെ ആവും. അല്ല നിങ്ങളുടെ മേമത്തൂരിനോട് പറഞ്ഞിരിക്കുന്നു സ്വാമി പ്രശ്നത്തിന്റെ പേര് നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാണെന്ന്. മേമത്തൂരിന്റെ അടുത്ത് മായാവതി ചെന്നിട്ട് നമ്മുടെ സാമിനെ പറ്റി കുറ്റം പറയും. ഇതിന്റെ പ്രതികാരമായിട്ട് സാമി മായാവതിക്ക് എന്തോ പണി കൊടുക്കാൻ പോകുന്നുണ്ട്. മായാവതിയെ കാത്ത് ഒരു നിധി ഇരിപ്പുണ്ട്. അപ്പൊ സാമി മായാവതിനോട് പോയിട്ട് അറിയും മായാവതിക്ക് നിധി കിട്ടാൻ പോകുന്നു. നാളെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ദേശായി കുടുംബത്തിന്റെ വീടിന്റെ പിന്നിൽ ആരും ഉപയോഗിക്കാത്ത വിശാലമായ ഒരു ഭൂമിയുണ്ട്. ദേശായി കുടുംബത്തിന്റെ ബാക്കിൽ കേസിൽ പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിധി ഉണ്ട് എന്ന് പറഞ്ഞ് സാമി മായാവതിനെ പറ്റിക്കും. മായാവതി അത് വിശ്വസിക്കും. ദേശായി കുടുംബത്തിന്റെ പരദേവതമാരാണ് ആ നിധി കാക്കുന്നത്. നിധി കിട്ടാൻ വേണ്ടി 7 ദിവസം ഭദ്രകാളി പൂജ ചെയ്യണം. അത് കിട്ടിയില്ലെങ്കിലോ നരബലി കൊടുക്കണം എന്ന് മായാവതിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ദേശായി കുടുംബത്തിലേക്ക് ഞാൻ പെട്ടിയെടുക്കാം. ഇത് വിശ്വസിച്ച് മായാവതി പുള്ളി പറഞ്ഞതുപോലെ ദേശായി കുടുംബത്തിലേക്ക് ചെല്ലും. എന്തുവാ അമൃത? നിനക്ക് നിന്നെ കുറിച്ചൊരു ബോധമില്ലേ? ബോധമില്ലേ? ബാഗിൽ അത്രയും പൊടിയായിരുന്നു. എടുത്ത് ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോ കില്ലാടി പൊടി തുടക്കാൻ കയറിയതാണ്. ഇവിടെ എല്ലാരും കൂടി എടുത്ത് തല വെച്ചു. അതിന്റെ കുഴപ്പം ഇതൊക്കെ. അതാ ഇത്ര അനുസരണ ഇല്ലാത്തത്. അത് പോയിന്റ്. ഇപ്പൊ നമ്മുടെ മായാവതി നിധി എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ താമസിക്കണമല്ലോ. അതിന് വേണ്ടിട്ട് വരുന്നുണ്ട്. മായാവതി അവിടെ ഉള്ളപ്പോ വേറെ ഏത് യക്ഷി വരാനാ? പൊളിസാന. ഇത് വർഷയുടെ അമ്മയാ. ഇവിടെ വരാനും താമസിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഉമർലദേവി സമ്മതിക്കില്ല. പക്ഷെ ജാസ്മിൻ സമ്മതിച്ചിട്ട് മായാവതി ദേശായി കുടുംബത്തിൽ നിൽക്കും. എന്തോ നിഗൂഢമായ ഒരു ലക്ഷ്യവുമായിട്ടാണ് മായാവതിയുടെ ഈ വരവ്. ഉമറുവിന്റെ CBI ബുദ്ധി വർക്കായി. അയാള് കവി സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കാം. എന്താ പറഞ്ഞ? വരട്ടെ. അത് ശരി. ഉമറുവിന്റെ റൊമാൻസ് കൂടി കാണാനുള്ള പ്രാണി എനിക്കില്ലേ? അഥവാ കവിയായിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. രാത്രിയാവുമ്പോ മായാവതി നിധി ഇരിക്കുന്ന പറമ്പ് കാണാൻ വേണ്ടിട്ട് ഇറങ്ങും. അല്ലേ ഭഗവാനെ, എങ്ങും തട്ടാതെ വേണം. യെസ്, എവിടെയും തട്ടാണ്ട് വേണം പോവാൻ. തട്ടാതെ വേണം. എവിടെയും തട്ടിയില്ല. എടുത്ത് എന്താ ഒരു ശബ്ദം കേട്ടത്? അമൃതയുടെ റൂം മാറി. ഇപ്പുറത്തെ റൂമായിരുന്നല്ലോ. ഇപ്പൊ അഞ്ജലി അമൃത ഇങ്ങനെ നേരെ കിടക്കണ. അത് ശരി, മായാവതി വേണ്ടിയാ. ശബ്ദം വെക്കണ്ട, ഈ കള്ളനെ നമുക്ക് നേരിടാം. ഓക്കെ, ഞാൻ ഏറ്റു. മായാവതി പൊളി. വിറ്റ് അവരെന്നെ തല്ലിക്കൊന്നേനെ. നമ്മുടെ മായാവതി മുട്ട വിറ്റാണ് കേട്ടോ. ഞാൻ ഇവിടെ അടി കുറച്ച് കടുത്തതാണ്.